ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് കൺമണിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് കുട്ടികൾ അവിടെയുണ്ട്, നമ്മുടെ ആ ചേച്ചിയുടെ മക്കളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് മിഠായിയും കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി നമ്മൾ പോകാനായിട്ട് റെഡിയായി ബോട്ട് ജെട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ 2 ബോട്ട് കിടക്കുന്നുണ്ട്, അത് സർവീസ് നിർത്തിയിട്ട് അവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് അതല്ല, നമ്മുടെ ബോട്ടിന് വേണ്ടി നമ്മളൊരു 5 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബോട്ട് ഉടനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കസിൻസിനെ കണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചു. അപ്പോൾ അവരായിട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ബോട്ട് അടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ചേട്ടന്മാർ. പക്ഷേ നമ്മൾ ഓർത്തൊക്കെ ബോട്ട് പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്ന സ്ഥലം മാറിപ്പോയെന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്നുകൂടി നോക്കി. പക്ഷേ അല്ല, അവർ തിരിച്ച് നേരെ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ കെട്ടിയിടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ബോട്ടിലോട്ട് കയറി. അപ്പോൾ ഒരു കപ്പലിൻ്റെ മിഠായിയൊക്കെ തിന്ന് എള്ളുണ്ടയൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെ ഇരുന്ന് ബോട്ട് ചെറുതായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പുന്നമടക്കായലിലോട്ടാണ് ബോട്ട് ആദ്യം പോകുന്നത്. അപ്പോൾ നാളെയാണ് അവിടെ വള്ളംകളി നടക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ദേ ഇവിടെയാണ് ഗൈസ് നാളെ വള്ളംകളി നടക്കാൻ പോകുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേര സംഭവങ്ങൾ സെറ്റപ്പ് എല്ലാം ഉണ്ട് അവിടെ. ഇടയ്ക്ക് വള്ളമൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവർ. നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിറങ്ങി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൺമണി ലൈറ്റൊക്കെ അടിച്ച് മുമ്പേ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും പുറകെ ക്യാമറയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട്. കായലിൻ്റെ കാറ്റെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കാറ്റാണ്. നല്ല തണുത്തിട്ട് നല്ല നല്ല സൂപ്പർ കാറ്റ്, ഒരു രക്ഷയില്ല. വേറൊരു ഫീലാണത്. ആ കാറ്റും കൊണ്ട് ആ സൈഡിൽ കൂടി അങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് കുറച്ച് നടന്നു വന്നപ്പോൾ 2 ചേട്ടന്മാരവിടെ നിന്ന് ചൂണ്ടയിടുന്നുണ്ട്. രാത്രി ഒരു മീനെ പിടിക്കുകയാണ്. അവർക്ക് ഉറക്കമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് നമ്മളെ ടോർച്ചടിച്ച് കാണിക്കുന്നുണ്ട്. നമ്മളെ കൂട്ടാനായിട്ട് വന്നതാണ്. പക്ഷേ നമ്മൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ ടോർച്ചൊക്കെ ഉപയോഗിച്ച് നമ്മളവിടെ എത്തി. സംഭവം ഇരുട്ടാണ്, അവിടെ ലൈറ്റൊന്നുമില്ല. അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു, അവൾക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്താറായി. അപ്പോൾ അച്ഛൻ ടോർച്ചൊക്കെ ഉപയോഗിച്ച് സെറ്റ് വഴിയൊക്കെ കാട്ടി തന്ന് നമ്മൾ വീടെത്തി. നമ്മൾ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. വീട്ടിലേക്ക് കയറി തന്നപ്പോൾ തന്നെ ശിവന്യ എന്തൊക്കെയോ സർക്കസൊക്കെ കാണിക്കുന്ന അവിടെ നിന്ന്. നമ്മുടെ ജിത്തപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട്, കഞ്ഞി കുടിക്കുകയാണ് അവൻ. ഇതാണ് നമ്മുടെ പങ്കാമ കുട്ടിയെ കണ്ട സന്തോഷത്തിലാണ്, നമ്മുടെ കൺമണി കുട്ടിയെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് അടുക്കളയിലേക്കാണ് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ കക്ക കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലേക്ക് എത്തി. ഇതൊക്കെ കണ്ടപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മിനിയമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് ചോറ് എടുത്തിട്ടുണ്ട്, നല്ല സ്വാദ് ചോറും കക്കത്തോരൻ അതുണ്ട്. പിന്നെ നമ്മുടെ കേരക്കറി, ചൂരക്കറി ഉണ്ട്. പിന്നെ വേറെ എന്തോ ഒരു മീനുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്.